ഹായ് ഓൾ. അപ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് റീസെന്റ് നടന്നുള്ള എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ചോദ്യം ഇതാണ്, ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തെ കുറിച്ചാണ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇത് പ്രകാരം എത്ര അവകാശങ്ങളാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന എത്ര സ്വാതന്ത്ര്യത്തിലുള്ള അവകാശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ബേസിക് ആയിട്ട് പക്ഷെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചു പോവാം. നമുക്കറിയാം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എത്ര എണ്ണമുള്ളത്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് അല്ലെ നമുക്ക് വരുന്നത്. USA നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭാഗം 3 ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 12 തൊട്ട് 35 വരെയുള്ള ഭാഗത്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റിസബിൾ ആണ് അല്ലെ, ന്യായവാദാർഹമാണ്, നമുക്ക് കോടതിനെയൊക്കെ സമീപിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതില് 19 തൊട്ട് 22 വരെയുള്ള ഭാഗത്ത് എന്ന് പറയുന്നത് ഫ്രീഡത്തെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നതായിട്ട്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട്. അതില് ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം നമ്മൾ പറയുമ്പോൾ എത്ര സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്? 6 എണ്ണമാണ് അല്ലെ. 6 അവകാശങ്ങളാണ് നമുക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം എന്നതിൽ 19 ആർട്ടിക്കിൾ 19 നമുക്ക് ഉറപ്പ് നൽകുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും പഠിച്ചു വെക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി മറക്കാതെ ഫോളോ ചെയ്യുക. താങ്ക്